അതിജീവിത ഇനി മൊഴി നൽകാൻ SITക്ക് മുന്നിൽ എത്തണം. അതാണ് അടുത്ത ഘട്ടം. 10ാം ദിവസവും പക്ഷേ പോലീസിന് രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. രാഹുൽ ഒളിവിൽ കഴിയുന്നത് കർണാടകയിൽ തന്നെയെന്നാണ് നിഗമനം. കൂട്ടുപ്രതി ജോബി ജോസഫും രാഹുലിനൊപ്പമുണ്ടെന്നാണ് സൂചന. കേരള കർണാടക അതിർത്തികളിൽ വലവിരിച്ച് കാത്തിരിക്കുകയാണ് SIT. വയനാട്ടിൽ ഹോം സ്റ്റേകളിലും സ്ഥിരതാമസമില്ലാത്ത വീടുകളിലും വ്യാപക തെരച്ചിലാണ് നടക്കുന്നത്. TV പ്രസാദ് നമുക്കൊപ്പം. ഗുഡ് ഈവനിംഗ് TV പ്രസാദ്. 10 ദിവസമായി രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെ? ഇത്രയധികം കരുത്തനാണോ പാർട്ടി കൂടെയില്ലാത്ത MLA മാത്രമായ രാഹുൽ മാങ്കൂട്ടത്തിൽ? സുജിയ, കഴിഞ്ഞ 10 ദിവസമായി കേരള പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പിറകെയാണ്. ഇതുവരെയും ആ കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിഞ്ഞില്ല. ഡ്രൈവറെ പിടിച്ചു, സഹായികളെ പിടിച്ചു, വാഹനം പിടിച്ചു, ഒളിവിൽ കിടന്ന സ്ഥലങ്ങൾ പിടിച്ചു. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് എത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. സ്ഥിരമായി ഒരു ഫോണും ഒരു മൊബൈൽ നമ്പറും ഉപയോഗിക്കാത്തതാണ് സൈബർ ടീമിന് ലൊക്കേറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ബുദ്ധിമുട്ട്. പ്രത്യേക അന്വേഷണ സംഘം എത്തുമ്പോഴേക്കും അവിടെ നിന്നെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിൽ കടന്നു കളഞ്ഞിട്ടുണ്ടാകും. ഇന്നിപ്പോൾ രാവിലെ ഹൈക്കോടതിയിൽ നിന്ന് വലിയ ആശ്വാസം രാഹുൽ മാങ്കൂട്ടത്തിന് ഉണ്ടായിരുന്നു. ആ അമിത ആത്മവിശ്വാസത്തിലാണ് ഉച്ചയ്ക്ക് ശേഷം തിരുവനന്തപുരത്തെ സെഷൻസ് കോടതിയിലേക്ക് രണ്ടാമത്തെ കേസിൽ മുൻകൂർ ജാമ്യവുമായും ഒപ്പം അറസ്റ്റ് തടയണമെന്നാവശ്യപ്പെട്ടും പോയത്. അതിലിപ്പോൾ കനത്ത തിരിച്ചടി ഉണ്ടായതോടുകൂടി ഇനിയിപ്പോൾ തിങ്കളാഴ്ച മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഏറെ നിർണായകമായി മാറിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്. ഇനിയിപ്പോൾ സാധാരണഗതിയിൽ പിടിക്കാൻ മറ്റ് തടസ്സവുമെന്നില്ലെങ്കിൽ കൂടിയും ഒരു കീഴ്വഴക്കം എന്ന നിലയിൽ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയില്ല. കാരണം മുൻകൂർ ജാമ്യാപേക്ഷ തിങ്കളാഴ്ച പരിഗണിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലും കേരള പോലീസും കള്ളനും പോലീസും കളി തുടരുകയാണ്. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുമ്പ് അറസ്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. തൽക്കാല ആശ്വാസം ഒളിവിൽ തുടരാം MLAക്ക് എന്നതാണ് നിലവിലെ സാഹചര്യം. താങ്ക് യു TV പ്രസാദ്.